എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാൽജിവാല ബ്രാൻഡിൻ്റെ 290 കട്ടിൽ വരുന്ന നൈറ്റി വിത്ത് ഷോളാണ്. അപ്പോൾ നൈറ്റ് വിത്ത് ഷോള് ഇപ്പം സീസണാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കാരണം കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു 10 കളർ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് വൈസ് തന്നെ എടുക്കണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 245 രൂപ പ്ലസ് GST ആണ്. നമ്മുടെ നീലം ബ്രാൻഡുമായിട്ട് ഒരു 5 രൂപയുടെ കുറവുണ്ട് ലാൽജിവാലയുടെ ഇത് കമ്പയർ ചെയ്യുമ്പം. ക്വാളിറ്റിയിൽ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ലാൽജിവാല എടുക്കുന്നവർക്കറിയാം അതേ മെറ്റീരിയൽ തന്നെയാണ്, ഷോളും അതുപോലെ തന്നെയാണ്. വൈറ്റ് ഗോൾഡിൽ തന്നെ വന്നേക്കണായിട്ടാണ്. പ്രോഷൻ പ്രിൻ്റ് അല്ല, രാജാടി പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് ചെയ്യുന്നത്. മെയിൻലി നമ്മുടെ ഹോൾസെയിലാണ് ബിസിനസ് വരുന്നത്. അപ്പോൾ മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ് 290, അല്ലാതെ തന്നെ 320, പിന്നെ നൈറ്റി വിത്ത് ഷോള്, കോട്ടൺ ഷോളുകൾ, അണ്ടർ സ്കേർട്ട്, റെഡിമെയ്ഡ് നൈറ്റീസ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വേണമെന്നുണ്ടവർ മെസ്സേജ് ചെയ്യുക, ഡിസൈൻസ് വാങ്ങിക്കുക കേട്ടോ. മെറ്റീരിയൽ ഓർഡർ ചെയ്യാനായിട്ട് വാട്സാപ്പിൽ നിൽക്കുന്ന ഹോൾസെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ റേറ്റ് GST സഹിതം ഏകദേശം ഒരു 257-58 രൂപയുടെ അടുത്ത് വരും. എക്സാക്ട് റേറ്റ് നമുക്ക് ബില്ല് ചെയ്യുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ലാൽജിവാലയുടെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് വേണം എന്നുള്ളത്. അതിപ്പോൾ അവർ കുറച്ചൊക്കെ ചെയ്ത് തരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരും, വരുന്ന ഒരു തുടർന്നുള്ള ഡിസൈനുകളുടെ മാറ്റങ്ങൾ വരും. പിന്നെ 320 വിത്തിശാൾ ചോദിച്ചവർക്ക് എടുത്ത് നമുക്ക് വരാനുണ്ട് ഐറ്റം. ഇപ്പോൾ നമ്മൾ ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് സെല്ല് ചെയ്യണ പരിപാടി നമുക്കില്ല. നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് നേരിട്ട് കിട്ടുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഇച്ചിരി ലേറ്റ് ആയി പോയി. അടുത്ത പ്രാവശ്യം പോലെ അങ്ങനെ ലേറ്റ് ഇല്ലാണ്ട് നമ്മൾ 320 തന്നെ വിത്ത് ഷോൾ എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യാം. അപ്പോൾ അത് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഐറ്റം വരാനുണ്ട്, നമുക്ക് ആ കാര്യം കൺഫേം ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ച് ലിമിറ്റഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളൂ. ലാൽജിവാലയുടെ വിത്ത് ഷോൾ നമ്മൾ ഒരുപാട് എടുത്ത് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നല്ല ഡിസൈൻസ് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ നമ്മളത് വിത്ത് ഷോളിൽ എടുത്ത് ചെയ്യാറുള്ളൂ. അതിപ്പോൾ നീലത്തിൻ്റെ ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിക്കണായിട്ട് അതിൻ്റെ ഷോൾ വരുന്നത്. അപ്പോൾ ഇത് ഷോളൊക്കെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ വിടർത്തി കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്തേക്കണെയാണ്. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് മാച്ചായിട്ടുള്ള ഒരു ഷോളായിരിക്കും അതിൻ്റെ. അതേ സെയിം പാറ്റേൺ തന്നെ ഷോളിനകത്തും 2 കമ്പനീസും ചെയ്യുന്നില്ല. ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് 2 കമ്പനിക്ക് കാണിക്കുന്നത്. പിന്നെ ആരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണ്ട. നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. എന്ത് ഡിസൈൻ സ്റ്റോക്ക് ഉണ്ടോ അത് നിങ്ങൾക്ക് അയച്ചു തരും. അതിന് ഇഷ്ടമുള്ള ഡിസൈൻസ് ചൂസ് ചെയ്താൽ മതി. ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്, അതായത് ഗ്രാംസ് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇത് അയക്കുമ്പം കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കൊറിയറിലാണ് അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിൽ എങ്ങനെ അയച്ചാലും അത് ചെറിയൊരു ഇച്ചിരി ഒരു കിലോയുടെ റേറ്റ് കൂടുതൽ വരും. അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. പിന്നെ പാഴ്സൽ അയക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഫ്ലാറ്റ് റേറ്റ് ആണ് എത്ര പീസ് കയറിയാലും. അപ്പോൾ അത് കാര്യം പേടിയൊന്നും വേണ്ട. പാഴ്സൽ എടുക്കുന്നവർക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ ലാൽജിവാലയുടെ 10 കളറിൻ്റെ ചാർട്ട് വന്ന ഡിസൈൻസിൽ നമുക്ക് പറ്റണത് നമ്മളത് 5 കളറിൻ്റെ സെറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വേണ്ടവർ നോക്കുക. പിന്നെ 10 സെറ്റായിട്ട് വന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്നത് അതിൻ്റെ സെറ്റായിട്ട് തന്നെ എടുക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ്, പാഴ്സൽ സർവീസ്, കൊറിയർ, ഇത് 3 വഴി നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പാഴ്സൽ സർവീസ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കൊറിയറിനൊന്നും ഒപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എന്താ പറയുക, ഔട്ട്സൈഡ്, അതായത് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉള്ളതാണെങ്കിൽ കുറച്ച് പീസുള്ളൂ. അല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഇന്ത്യ പോസ്റ്റിനെ ആശ്രയിക്കുക. വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇന്ത്യ പോസ്റ്റ് അല്ലാണ്ട് അങ്ങോട്ടൊന്നും അയക്കാൻ വേറെ പാഴ്സലോ കൊറിയർ കമ്പനീസൊന്നും ഇല്ല കേട്ടോ. പിന്നെ കേരളത്തിന് പുറത്തേക്ക് എടുക്കുമ്പം എണ്ണം കൂടുതലുണ്ടെങ്കിൽ പാഴ്സൽ സർവീസിൽ തന്നെ അയക്കാനാണ് നല്ലത്. കുറച്ചെണ്ണമൊക്കെ ഉള്ളൂങ്കിൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യ പോസ്റ്റിൽ അയക്കുള്ളൂ. കേരളത്തിന് പുറത്തേക്ക് കൊറിയറിൽ അയക്കണേലും നല്ലത് ഇന്ത്യ പോസ്റ്റിൽ തന്നെ അയക്കണതാണ്. എന്ന് വെച്ചാൽ പൈസയ്ക്ക് കുറവുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ലിങ്ക് ഉണ്ട്, അതിനകത്ത് നോക്കിയാൽ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചോദിച്ചോ. കോൾസ് മാക്സിമം കുറയ്ക്കുക, നമ്മുടെ വർക്കിനെ ബാധിക്കുന്നതാണ്, പ്രത്യേകിച്ച് വാട്സാപ്പ് കോൾസ്. പിന്നെ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ്. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ളവരൊക്കെ ആ സമയത്ത് മെസ്സേജ് ചെയ്യുക. രാത്രി നമ്മൾ ഓർഡർ എടുക്കാറുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഡിസൈൻ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.